ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള വഴി. ദ സ്കൈ പാർക്ക് അറ്റ് 900. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ 200 രൂപയാണ് ചാർജ് ആക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൽ വരാൻ. ആണ് എൻട്രൻസ്. ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊള്ളായിരംകണ്ടിയിൽ ഏറ്റവും ഫേമസ് ആവാൻ കാരണം ഉണ്ടായിട്ടുള്ള ബ്രിഡ്ജാണിത്. ഇവിടേക്ക് ജീപ്പിലും വരാൻ പറ്റും. പൊടി. അപ്പോൾ നമുക്ക് ജീപ്പിലും വരാൻ പറ്റും. എന്ന് വെച്ചാൽ വണ്ടി, സ്വന്തം വണ്ടി, ബൈക്കായാലും എന്തായാലും അങ്ങനെ വരാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറയണ പോലെ നടന്നിട്ട് വരാൻ പറ്റും. ഇവിടെ കാണാം സ്റ്റേ സൗകര്യങ്ങൾ അറ്റത്ത് കാണാം. കുറേ പേര് നിൽക്കുന്നത്. ഇതുപോലെ കുറേ പാക്കേജസും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഓൾറെഡി. നമ്മൾ കുറച്ച് നടക്കാണ്ട് നേരെ ബ്രിഡ്ജിലേക്ക്. അവസാനം ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിന് അവിടേക്ക് എത്തി. അഡൾട്ടിന് 200 രൂപയും ചിൽഡ്രൻസിന് 100 രൂപയാണ് അവിടെ ചാർജ് ആക്കണേ. പിള്ളേരൊക്കെ നടന്നു വരുന്നുണ്ട്. 200 രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവാണ്. ബ്രിഡ്ജ് അത് അങ്ങേയറ്റത്താണ്. 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് എല്ലാ ഗെയിംസിലും കയറാൻ പറ്റും. അതിലും കുറയ്ക്കലൊന്നുമില്ല. കുറച്ച് ബാർഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ 8 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബാർഗിൻ ചെയ്തിട്ട് ഒരാളുടെ ടിക്കറ്റ് മാത്രം മൈനസ് ചെയ്തു. സ്കൈ പാർക്ക് എന്നാണ് പേര്. ടോട്ടൽ 6 ആക്ടിവിറ്റീസാണ് വരുന്നത്. ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജാണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് പ്യൂർ ഗ്ലാസ് വെച്ചിട്ടാണ്. നീളം 21 മീറ്ററും ഹൈറ്റ് 54 അടിയാണ്. അത് നോർമൽ ഗ്ലാസ് ബ്രിഡ്ജ് അല്ല. എൻ്റെ ചെല്ലുമ്പോൾ ഒരു അഡ്വഞ്ചർ ഫീൽ ഉണ്ടാവും. നിങ്ങൾ കയറിയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. 100% സെക്യൂർഡ് ആണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രണ്ട് വ്യൂവും ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത ട്രീ ടോപ്പ് വ്യൂ പോയിന്റ് അല്ലാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 900 കയറാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളുള്ളത്. വേറെ എവിടെയും പോകാനായിട്ട് അലോഡ് അല്ലേ. ഫോറസ്റ്റ് ഫയറും കാര്യങ്ങളും ഫോറസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ നമ്മൾ 60 അടി ഹൈറ്റിൽ കോളിയിൽ ബ്രാഞ്ചസ് ഒന്നും കളയാതെ ട്രീ ഹൗസ് ചെയ്തിട്ടാണ് വ്യൂ പോയിന്റ് ഉള്ളത്. ഫ്രണ്ട് വ്യൂവിൽ വെള്ളരി മലയും അരണമലയും കാണാം. നല്ല വ്യൂ ആണ് കിട്ടുന്നത്. ലോങ്ങിൽ കാരപ്പുഴ ഡാം നീലഗിരിൻ്റെ ഒരു വ്യൂ ഉണ്ട്. അവിടെ മേലെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ എൻഡിലായിട്ട് വാഷ്റൂം ഉണ്ട്. അവിടുന്ന് കുറച്ച് കയറുമ്പോൾ ഇടത്തെ സൈഡിൽ ആർച്ചറിയും റൈഫിൾ ഷൂട്ടിംഗ് ഉണ്ട്. ഒരാൾക്ക് 2 ചാൻസ് ഉണ്ട്. പുള്ളിച്ച് എക്സ്ട്രാ ഉണ്ടാവും. ഇവിടെ ക്രിക്കറ്റ് നെറ്റ് പിച്ച് ഉണ്ട്. അതേപോലെ റോപ്പിൾ ഏരിയ. ക്രിക്കറ്റ് നെറ്റ് പിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യാനായിട്ട് റോപ്പിൾ ഏരിയ എന്ന് ബാലൻസ് ചെയ്ത് നടക്കുന്ന 4 ആക്ടിവിറ്റീസാണ് വരുന്നത്. പിന്നെ സ്വിംഗ് നോർമൽ സ്വിംഗ് ആണ്. ഇതിലെല്ലാം ഇൻക്ലൂഡാണ്. നിങ്ങൾ വേറെ എവിടെയും പേ ചെയ്യേണ്ട. ടിക്കറ്റ് കാണിച്ചാൽ മതി. നിങ്ങൾ ട്രീ ടോപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ആ വള വന്ന് റൈറ്റ് തിരിഞ്ഞ് മേലോട്ട് കയറി. താങ്ക് യു. അല്ല എന്ത് അല്ല നമ്മുടെ സമയം പോണ അതിനിടെ കുളിക്കണ്ടേ? ആ അല്ല നമ്മൾ എല്ലാം ചെയ്യാൻ നിന്ന് ഞങ്ങൾ സമയം തെറ്റും. കുളിക്കാൻ പോകാൻ പറ്റില്ല. അതെ, നല്ല ആട്ടുണ്ട് ഇടയ്ക്ക്. തൊള്ളാരങ്കണ്ടിയിൽ ഫേമസ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജിലാണ് നമ്മളുള്ളത്. അറ്റ് എ ടൈം 8 പേർക്കാണ് കയറാൻ പറ്റുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് വരുന്നവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ കാഴ്ച നേരെ നമ്മൾ പോകുന്നത് കുളിക്കാനാണ്. നേരെ ഒരു വാട്ടർഫോൾ പോയിട്ട് കുളിക്കണം എന്നാണ് പ്ലാൻ. നല്ലൊരു അനുഭവമാണ്. നിങ്ങൾ വരാൻ നോക്കുക, ഫാമിലിക്കായിട്ട് വരാൻ നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നേരെ വാട്ടർഫോളിലേക്ക്. ഇവിടുത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. എല്ലാവരും കൂടിയിട്ട് തിരിച്ചിറങ്ങാണ്. തൊള്ളാരങ്കണ്ടി വിട്ട് ഇറങ്ങാണല്ലേ? നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ ഒരു വിധം.
പുളി എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുളിക്കാൻ ശ്രമിക്കുക. ഈ സ്പോട്ടിൻ്റെ പേരും കാര്യങ്ങളും എനിക്കറിയാൻ പാടില്ല, സത്യമായിട്ടും അറിയാൻ പാടില്ല. ഡിസ്ക്രിപ്ഷനിൽ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം എവിടെയാണെന്നുള്ളതൊക്കെ. ഇനി നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അതെങ്ങനെയെങ്കിലും വീടൊക്കെ കിട്ടിയാൽ മതി എന്നാണ് റെഡ്ഡി പറയുന്നത്. ഇതൊരു നല്ല കിടു ട്രിപ്പായിരുന്നു. ഇനി അടുത്ത ട്രിപ്പ് എന്താണ്? മാർച്ച് 15-നാണ്. അപ്പോൾ ഈ ട്രിപ്പ് നമ്മൾ അടിപൊളിയായിട്ട് ബാക്ക് പാക്കിംഗ് യൂണിയൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കോ. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൻ അതും കൂടി പറഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ബൈ ബൈ. നിങ്ങൾ പറഞ്ഞു വന്നാ